കോളിഫ്ലവർ സീസൺ ആയതുകൊണ്ട് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഉപയോഗിച്ചിട്ടാണ് നാഷ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കോളിഫ്ലവർ പറാട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം കോളിഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കണം. അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വരാനായിട്ടാണ്. അതിന് ശേഷം നമ്മൾ അതിനാവശ്യമുള്ള മല്ലിയില, സവോള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചാട്ട് മസാല, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി മാവിലേക്ക് അയമോദകം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഒരു ചപ്പാത്തി പരത്തി എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ചപ്പാത്തിയും കൂടി പരത്തി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം റോൾ ചെയ്തിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ടുള്ള പറാട്ട ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് സ്റ്റഫിങ്സ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുത്താലും മതി. പക്ഷെ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതൊന്ന് നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ നെയ്യോ തടവിയിട്ട് ഒന്ന് ചുട്ടെടുക്കണം. നല്ലതുപോലെ ചുട്ടെടുക്കുക. സിമ്മിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ രാവിലെ നല്ല ചൂട് ചായേൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ മല്ലിയില ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. ഇത് സീസണബിൾ വെജിറ്റബിൾ ആണ്. എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.